ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടുള്ളൊരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണേ. ഇപ്പോൾ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് കപ്പ വേവിക്കാൻ വെക്കാം. അതിനാവശ്യമായിട്ടുള്ള കപ്പ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞതും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ ചിക്കൻ ഗ്രേവിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് കപ്പ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കപ്പയിലോട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ്റെ ഗ്രേവിയും കപ്പയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് ഉടയുന്നത് വരെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്.